قبيصة بن مخارق رضي الله عنه أنه قال: تحملت حمالة فأتيت رسول الله صلى الله عليه وسلم أسأله فيها فقال: أقم حتى تأتينا الصدقة ونأمر لك منها. ثم قال: يا قبيصة، إن هذه المسألة لا تحل لأحد ثلاث: رجل تحمل حمالة فحلت له المسألة حتى يستوفيها ثم يمسك، ورجل أصابته جائحة فحلت له المسألة حتى يجد قواما من عيش، ورجل أصابته فاقة حتى شهد ثلاثة من ذوي الحجة لقد أصابت فلانا فاقة فحلت له المسألة حتى يجد قواما من عيش، فما سواهن സുഹ്ത യഅ്കുലുഹാ സാഹിബുഹാ. മഹാനായ ഖബീസത്ത് ബിൻ മുഖാരിഖ് റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, ഞാനൊരു വലിയ ബാധ്യത ഏറ്റെടുക്കുകയുണ്ടായി. രണ്ട് വ്യക്തികൾ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ ഗോത്രങ്ങൾ തമ്മിലോ വലിയ സംഘട്ടനത്തിന് വഴിവെക്കുന്ന സാമ്പത്തിക ബാധ്യത, അതിനാണ് ഹമാല എന്ന് പറയുക. അങ്ങനെ ഒരു ഹമാലത്ത് ഞാൻ ഏറ്റെടുത്തു. നിങ്ങൾക്ക് രണ്ടുപേർക്കുമിടയിൽ പ്രശ്നം ഉണ്ടാവണ്ട, നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാമ്പത്തിക ബാധ്യത ഞാൻ തരാം. അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് സക്കാത്ത് സ്വീകരിക്കാവുന്നതാണ്. ആ ബാധ്യത തീരുന്നത് വരെ അവർ സക്കാത്തിന്റെ അവകാശികളാണ്. രണ്ട് കക്ഷികൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സമ്പത്ത് കടം വാങ്ങിയ കടക്കാരൻ ഇങ്ങനെ വലിയ ഒരു ബാധ്യത ഏറ്റെടുത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ചോദിച്ച് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് ചെന്നു. തങ്ങൾ പറഞ്ഞു, ഖബീസ, നിൽക്ക്. ഏതാനും ദിവസങ്ങൾക്കകം സക്കാത്തിന്റെ സ്വത്ത് വരാനുണ്ട്. സക്കാത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് നൽകാം, ഞാൻ കൽപ്പിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബീസ, ഈ യാചന ചോദിക്കുക എന്നത് മൂന്നിൽ ഒരാൾക്ക് അനുവദനീയമാവുകയുള്ളൂ. മൂന്നാൽ ഒരാൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ് യാചന
ചോദിക്കുക. ചോദിച്ചു വരുന്നവനെ നിങ്ങൾ തടയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചോദിക്കുന്നത് ഒരു ഗുണകരമായ കാര്യമല്ല. 3 വ്യക്തികൾക്ക് ചോദിക്കാവുന്നതാണ്. ഒന്ന് തഹമ്മല ഹമാലത്തൻ, ഇതുപോലെ ഹമാലത്ത് ഏറ്റെടുത്ത വ്യക്തി. 2 വ്യക്തികൾക്കിടയിലോ 2 ഗോത്രങ്ങൾക്കിടയിലോ കുടുംബങ്ങൾക്കിടയിലോ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായി ആ ബാധ്യത ഏറ്റെടുത്ത വ്യക്തിക്ക് അത് തീരുന്നതുവരെ മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ്. അവർക്ക് സക്കാത്ത് സ്വീകരിക്കാവുന്നതാണ്. അവര് സ്വയം സാമ്പത്തിക ആസ്തിയുള്ളവരാണെങ്കിലും സമ്പന്നരാണെങ്കിലും ഈ ബാധ്യത തീർക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ അദ്ദേഹത്തിന് സക്കാത്ത് സ്വീകരിക്കാം. അദ്ദേഹം സ്വന്തം കാശെടുത്തു കൊടുത്തതാണ്, ആരോടും വാങ്ങിച്ചു കൊടുത്തതല്ല എങ്കിൽ അയാൾക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുകയില്ല. 2 കക്ഷികൾക്കിടയിൽ പ്രശ്നം തീർക്കാൻ സ്വന്തം പണമെടുത്തു കൊടുത്തതാണ്, ആ വകുപ്പിൽ അദ്ദേഹത്തിന് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല, യാചന നടത്താനും പറ്റില്ല. മറിച്ച് 2 കക്ഷികൾക്കിടയിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി മറ്റൊരാളോട് കടം വാങ്ങിച്ചു കൊടുത്തതാണ്. അത്തരം ആളുകൾക്ക് ചോദിക്കലും യാചിക്കലും സക്കാത്ത് സ്വീകരിക്കലും അനുവദനീയമാണ്. രണ്ടാമത് വറജുലുൻ, ഒരു മനുഷ്യൻ, അസ്വാബത്തുഹു ജാഇഹത്തുൻ, അയാൾക്ക് പെട്ടെന്ന് വലിയ സാമ്പത്തിക നാശം സംഭവിച്ചു. ഉരുൾപൊട്ടലുകളോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റോ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് അയാളെ വീടും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം തകർന്നു പോയി. ശക്തമായിരിക്കുന്ന ഒരു ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് അല്ലെങ്കിൽ പ്രളയം ഉണ്ടായതിനെ തുടർന്ന് ഇങ്ങനെ ഏതെങ്കിലും പ്രകൃതി ദുരന്തം കൊണ്ട് തന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് ഒരു ജീവിതം എത്തുന്നത് വരെ, അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുങ്ങുന്നത് വരെ മറ്റുള്ളവരോട് ചോദിക്കുവാനും സക്കാത്ത് സ്വീകരിക്കാനും അനുവദനീയമാണ്. അയാൾക്ക് പള്ളികളിൽ പിരിവ് നടത്താം, സമ്പന്നരോട് പോയി ചോദിക്കാം. അയാൾക്ക് പ്രകൃതി ദുരന്തം കൊണ്ട് വലിയ നാശം സംഭവിച്ചതാണ്. മൂന്നാമതൊരു മനുഷ്യൻ, റജുലുൻ അസാബത്തുഹു ഫാഖത്തുൻ, അയാൾക്ക് കൊടും ദാരിദ്ര്യം വന്നെത്തി, ഭയങ്കരമായ ദാരിദ്ര്യം. ഹത്താ ഷഹിദ സലാസത്തുൻ മിൻ ദവിൽ ഹിജ്ജ, അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തിന്റെ നാട്ടുകാരായ നീതിയും ബോധവും ഉള്ള
മൂന്നാളുകൾ അയാൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും, സാക്ഷ്യപ്പെടുത്തും, അദ്ദേഹത്തിന് കൊടും ദാരിദ്ര്യമാണ്, ജീവിക്കാൻ വകുപ്പില്ല, അത്രയും പാവപ്പെട്ടവനാണ്, അതിഭയങ്കരമായ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാരും അദ്ദേഹത്തിന്റെ പരിചയക്കാരും സാക്ഷ്യപ്പെടുത്തും. അത്രയും ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. അയാൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാം. പള്ളികളിലും അതുപോലത്തെ സ്ഥലങ്ങളിലും അയാൾക്ക് പിരിവ് നടത്താം. അതാണ് നമ്മുടെ നാടുകളിലൊക്കെ ചിലപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ എഴുത്തുമായി പിരിവിന് വരുന്നത്. ബുദ്ധിയുള്ള, വിവേകമുള്ള, തന്റെ ഇടമുള്ള മൂന്നാളുകൾ അദ്ദേഹത്തിന് ദാരിദ്ര്യം കൊണ്ട് സാക്ഷി പറയും. അങ്ങനത്തെ വ്യക്തിക്കും യാചനയും അതുപോലെ സക്കാത്ത് സ്വീകരിക്കലും അനുവദനീയമാണ്. യാ ഖബീസ, ഖബീസ. ഇതിനപ്പുറം ആരെങ്കിലും യാചിക്കുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, പിരിവ് നടത്തുകയാണെങ്കിൽ, ഈ മൂന്ന് വിഭാഗമല്ലാത്ത ആരെങ്കിലും യാചന നടത്തുകയോ മറ്റുള്ളവരെ സമീപിച്ച് ധനം ശേഖരിക്കുകയോ ചെയ്താൽ സുഹൃത്തുൻ യഅ്കുലുഹാ സാഹിബുഹാ, അത് ഹറാമിന്റെ മുതലാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അനുവദനീയമല്ലാത്ത ഭക്ഷണമാണ് അവൻ വയറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. തൊട്ടതിനും കണ്ടതിനും ഏത് കാര്യത്തിനും ഇതേ രൂപത്തിലുള്ള പിരിവുകൾ, മാരകരോഗങ്ങളും അതുപോലെ ഇന്ന് ലക്ഷങ്ങളും കോടികളും വിലപിടിപ്പ് വരുന്ന അത്യന്താധുനിക സൗകര്യപ്രദമായ ചികിത്സകൾ ഡോക്ടർമാരും സന്നദ്ധ സേവകരും അങ്ങ് പ്രഖ്യാപിക്കുന്നതോടുകൂടി 1-2 ദിവസങ്ങൾക്കകം കോടികൾ പിരിച്ചെടുക്കുകയാണ്. അതിന്റെ ഇസ്ലാമിക മാനം എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ എല്ലായിടത്തും ഇന്ന് വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും യഥേഷ്ടം ധനം ശേഖരിക്കുകയും പിരിവ് നടത്തുകയും ചെയ്യുന്നു. സുഹൃത്തുൻ യഅ്കുലുഹാ സാഹിബുഹാ, ഹറാമായ മുതലാണ് തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം ഉണ്ടായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബീസത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്ത് മേൽ പറയപ്പെട്ട 3 കാര്യങ്ങൾക്ക് വേണ്ടി 2 കക്ഷികൾക്കിടയിലെ സംഘട്ടനവും പ്രശ്നങ്ങളും തീർക്കാൻ ആവശ്യമായി കടം വാങ്ങിക്കേണ്ടി വന്നാൽ, പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് വീടും സമ്പത്തും നഷ്ടമായി പോയാൽ, കൊടും ദാരിദ്ര്യം വന്ന് പ്രയാസപ്പെട്ട് ആരും അദ്ദേഹത്തിന് ദാരിദ്ര്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തും വിധത്തിൽ ഈ 3 പേർക്ക് മാത്രമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ കണ്ട് പിരിക്കാനും യാചന നടത്താനും അനുവദിച്ചത് എന്ന് അറിയണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആളുകളോട് ആവശ്യത്തിനും അനാവശ്യത്തിനും പിരിവ് നടത്തുന്ന ആളുകൾ മഹ്ശറിൽ വരുന്ന സമയത്ത് അവരെ മുഖത്ത് അല്പം പോലും മാംസം ഉണ്ടായിരിക്കുകയില്ല. മാംസം മുഴുവനും ഉരിഞ്ഞ് എല്ലുകൾ മാത്രമായി അവരെ തിരിച്ചറിയാൻ ആളുകൾക്കിടയിൽ യാചന നടത്തിയിരുന്നവരാണെന്ന് തിരിച്ചറിയാൻ പ്രത്യേകമായി അടയാളമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ ആവശ്യമായ ഐശ്വര്യവും സാമ്പത്തിക ശേഷിയും ഉള്ളതിൽ ബറക്കത്തും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തുജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ